വെൽക്കം ബാക്ക് ടു മലയാളി മോംസ് ഡയറി. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഷെയർ ചെയ്യുന്നത്. ഇനി ആർക്കും ഇതുപോലെ സംഭവിക്കാതിരിക്കട്ടെ. ഇന്ന് ഒരു ഒരു ഫ്രോഡ് കോൾ വരികയും അതിനെപ്പറ്റി കുറച്ച് സമയം എന്നെ ടെൻഷനാക്കുകയും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഞാനിപ്പം താമസിക്കുന്നത് ഷാർജയിലാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വെതർ അലേർട്ടും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ഈ പോലീസിൻ്റെ മെസ്സേജൊക്കെ നമുക്ക് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ഒരു 11:50 അങ്ങനെ ആയപ്പോൾ പെട്ടെന്നൊരു കോൾ വരികയും ഞാൻ പൊതുവെ അറിയാത്ത കോൾ ഞാൻ എടുക്കാറില്ല. പക്ഷേ മക്കൾ സ്കൂളിൽ പോയതുകൊണ്ടാണ് ഞാൻ സ്കൂളിൽ നിന്ന് വല്ലതും ആയിട്ട് ആരെങ്കിലും വിളിച്ചതാണോ എന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്ത ഉടനെ തന്നെ വന്ന പേഴ്സൺ പറഞ്ഞത് UAE പോലീസ് എന്നാണ് വിളിക്കുന്നത്, നിങ്ങളുടെ ID വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഇത് ഫ്രോഡ് മെസ്സേജാണോ, ഒരുപാട് ആളിങ്ങനെ പറ്റിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇൻബോക്സ് കയറി നോക്കൂ, അതിലൊരു മെസ്സേജ് കാണാമെന്ന് പറഞ്ഞു. അത് ഞാനിവിടെ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇൻബോക്സ് പോയപ്പോൾ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് പോലീസാണ്, അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അയാളുടെ സംസാരത്തിന് കണ്ടിന്യൂ ചെയ്ത് സംസാരം മുഴുവനായിട്ട് ഞാൻ കേട്ടത്. അങ്ങനെ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ UAE പോലീസാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, UAE പാസ് ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, UAE പാസ് ആപ്ലിക്കേഷൻ UAEയിൽ നിൽക്കുന്ന എല്ലാവരും അത് കമ്പൽസറി ആയിട്ട് നമ്മളത് ആപ്ലിക്കേഷൻ നമ്മൾ ഫോണിൽ ചെയ്യേണ്ടതാണ്. അത് നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഞാൻ ഓൾറെഡി അത് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളത് ഓപ്പൺ ആക്കുക, അതിലൂടെയാണ് എനിക്ക് നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഓക്കെ, ഞാനങ്ങനെ ഓപ്പൺ ആക്കി. അങ്ങനെ അയാൾ പറയുന്നതനുസരിച്ച് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ എനിക്കൊരു കോഡ് വന്നു. അയാൾ പറയുന്ന നമ്പർ പ്രസ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പ്രസ് ചെയ്തു. വീണ്ടും ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു. വീണ്ടും അയാളൊരു കോഡ് പറഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ കോഡ് എൻ്റർ ചെയ്തപ്പോൾ പിന്നെ അയാൾക്ക് എല്ലാ ഡീറ്റെയിൽസും എൻ്റെ അടുത്ത് കിട്ടിയെന്ന് തോന്നുന്നു. അയാൾ പറഞ്ഞു നിങ്ങളുടെ പേര് ഇതല്ലേ, നിങ്ങൾക്ക് ഇത്ര വയസ്സായില്ലേ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതല്ലേ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ കറക്റ്റാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചു. അതെനിക്ക് ഡൗട്ട് തുടങ്ങി. എന്നിട്ട് പിന്നെ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് അയക്കാം, നിങ്ങൾക്ക് ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ എനിക്ക് വാട്സപ്പ് ഉണ്ട്. അങ്ങനെ അയാൾ എനിക്ക് ഈ നമ്പറിൽ വാട്സപ്പ് ചാറ്റ് ചെയ്തു. ഞാൻ ഓൾറെഡി അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് ചാറ്റിൽ ഒരു പോലീസിൻ്റെ ചിത്രമുള്ളൊരു പേഴ്സണായിരുന്നു ഉണ്ടായിരുന്നത്. അയാൾ എനിക്ക് മെസ്സേജ് അയച്ചു. എൻ്റെ എമിറേറ്റ്സ് ID ഫോട്ടോ ആണ് അയാൾ എനിക്ക് എൻ്റെ വാട്സപ്പിൽ അയച്ചു തന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് പോലീസ് തന്നെയാണ്, അവർ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷന് വിളിച്ചതാണെന്ന് ഞാൻ ചിന്തിച്ചു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാൻ പറഞ്ഞു. അത് മണി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനായിരുന്നു. അത് ഓപ്പൺ ആക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഡൗട്ട് അടിച്ചു. കാരണം ദുബായ് പോലീസിന് ഒരിക്കലും അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ നമ്മളെ കൊണ്ട് അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ റിലേറ്റഡ് ചെയ്യേണ്ടത്. അപ്പോൾ തന്നെ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു വേണ്ട, നീ കണ്ടിന്യൂ ചെയ്യേണ്ട, അത് ഫ്രോഡായിരിക്കും, നീ വെച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാകെ പെട്ടെന്ന് ഞാൻ പാനിക്കായി. ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു. ഹസ്ബൻഡ് ഓൾറെഡി ഓഫീസിലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്താ വിചാരിച്ചു എന്നാൽ പിന്നെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിടാം. അങ്ങനെ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ UAE പോലീസിൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വിളിച്ചപ്പോൾ അവരുടെ കസ്റ്റമർ സർവീസത്തെ ഒരു ആളുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇതൊക്കെ ഫ്രോഡ് കോളാണ്, നിങ്ങളുടെ യാതൊരു ഇൻഫർമേഷനും നിങ്ങൾ ഷെയർ ചെയ്യരുതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഓൾറെഡി അയാൾ എനിക്ക് എൻ്റെ എമിറേറ്റ്സ് ID അയച്ചു തന്നിട്ടുണ്ട്, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് കുഴപ്പമില്ല, ഇനി നിങ്ങളൊന്നും അയച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അതൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. കാരണം ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ കംപ്ലയിൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാമെന്ന് വെച്ച് ഞാൻ വീണ്ടും സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ വേറൊരു നമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വിളിച്ചപ്പോൾ അവർ വോയിസ് അയച്ചു കൊടുക്കും, കംപ്ലയിൻറ്റ് നമുക്ക് വോയിസ് ആയിട്ട് അയക്കാം. അപ്പോൾ അത് അയച്ചു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അബുദാബി പോലീസിൽ നിന്നൊരു കോൾ വന്നു. അപ്പോൾ ഞാൻ ആ കോൾ കണ്ടപ്പം വിചാരിച്ചത് ഫ്രോഡാണ് എന്നാണ്. പിന്നെ സാറ് പറഞ്ഞു ഇത് നിങ്ങൾ എന്തിനാ പിന്നെ പോലീസിനെ വിളിച്ചതെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അതൊക്കെ ഫ്രോഡ് കോളാണ്, നിങ്ങൾ എന്തായാലും ഒരു സൈറ്റിൻ്റെ പേര് പറഞ്ഞു, അതിൽ വിളിച്ചിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടോ, കംപ്ലയിൻറ്റ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടിട്ടുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് എന്നെ ഒരു ട്രാപ്പിലും അവർക്ക് പെടുത്താൻ പറ്റിയില്ല. എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഒന്നും തട്ടാൻ അവർക്ക് പറ്റിയില്ല. കാരണം എനിക്ക് ബാങ്ക് അക്കൗണ്ടൊന്നും ഇപ്പോൾ UAEയിലില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല. ഇനി വേറെ വല്ല ഹാക്കിംഗ് ആണോ എന്നും അറിയില്ല. എൻ്റെ നമ്പർ എങ്ങനെ അവർക്ക് കിട്ടി എന്നുള്ളത് അറിയില്ല. എൻ്റെ എമിറേറ്റ്സ് ID കോപ്പിയും കിട്ടിയിട്ടുണ്ട്. അതൊന്നും എങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എനിക്ക് വന്നതുപോലത്തെ ഒരു ഇൻസിഡൻറ്റ് ഇനി ആർക്കെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും UAE പാസ് ഓപ്പൺ ആക്കുക എന്നൊക്കെ പറഞ്ഞ് വരികയാണെങ്കിൽ അപ്പം നിങ്ങൾ കോള് കട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കൂടുതലായിട്ട് അറിയണമെങ്കിൽ നേരിട്ട് UAE പോലീസിൻ്റെ നമ്പർ ഓൺലൈനിൽ നമുക്ക് കിട്ടും, അതിൽ വിളിച്ച് ചോദിക്കുക. എന്നിട്ട് മാത്രമേ നിങ്ങൾ
UAE പാസിൽ ത്രൂ ഉള്ള എമിറേറ്റ്സ് ID വെരിഫിക്കേഷൻ നിൽക്കാവുള്ളൂ എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എനിക്ക് വന്നിട്ടുള്ള ഞാൻ കുറച്ചധികം ടെൻഷൻ അടിച്ചു ആ സമയത്ത്. എന്നാലും ഇപ്പം ഞാൻ ഓക്കെയാണ്. കാരണം ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തല്ലോ, കംപ്ലൈൻറ്റ് എന്നൊക്കെ ഉള്ളൊരു സമാധാനം ഉണ്ട്. ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ.